ഹായ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിലാണ് കേട്ടോ. നമ്മൾ പോകുന്നത് കോതയാറിലോട്ടാണ്. അപ്പോൾ കോതയാർ അവിടെ ഡാമുണ്ട്, പിന്നെ അതേ കണക്ക് പറഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ചിറ്റാർ ഡാം കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ റിസർവോയർ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അടിപൊളി, നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ എത്ര പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. നല്ല കാറ്റുണ്ട്. ഞാൻ മൈക്കൊന്നും എടുത്ത് വെച്ചില്ല. അപ്പോൾ അടിപൊളി ഒരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ അങ്ങനെ ഡാമിൻ്റെ റിസർവറിൽ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. വെള്ളം കുറവാണ് കേട്ടോ. ഒരുപാട് മലകൾ, വലിയ വലിയ മലകളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ മലയും കഴിഞ്ഞ് അങ്ങനെ പോകണമെന്ന് തോന്നുന്നു ചിറ്റാർ ഡാമിൽ. നമ്മളിപ്പോൾ ചിറ്റാർ ഡാമിലാണ് നിൽക്കുന്നത്, ഡാമിൻ്റെ റിസർവറിലാണ് നിൽക്കുന്നത്. വെള്ളമൊക്കെ അത്യാവശ്യം കുറവുണ്ട്. അപ്പോൾ നല്ല സ്ഥലമാണിത്. കൊള്ളാം. എന്തായാലും നമുക്ക് നേരെ ഇനി കോതയാറിലോട്ട് പോകാം. അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഒരു നാടൻ ചെറിയ ഒരു ഹോട്ടലുണ്ട്. അവിടെ നോക്കിയാൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ. വെളിയിലോട്ട് വെച്ചിട്ടാണ്. ചിറ്റാർ ഡാമിൻ്റെ ആ സൈഡിൽ ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്നാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിലെ വരുമ്പം അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഒരു ഭംഗിയാണ് അവിടെ നിന്ന് ഉണ്ണാനൊക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് നല്ല ഭംഗിയില്ല കാണാൻ. വെള്ളം കുറവാണ് കേട്ടോ. ഒരുപാട് വെള്ളം കുറവാണ് ഇവിടെ. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേച്ചിപ്പാറ ഡാം കഴിഞ്ഞതാണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ദാണ്ട ഇവിടെ ഇറങ്ങണം. പോവാ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റിൽ നിന്നൊക്കെ ഏതാണ്ട് റബ്ബർ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് വന്നിരിക്കുന്നൊക്കെ വണ്ടി. പാറ ഡാം കഴിഞ്ഞിട്ട് താണ്ട് നമ്മുടെ കോതയാറിലോട്ട് പോകുന്ന വഴി നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് റൈറ്റ് സൈഡിലൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടിട്ട് പോകാം. ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ഹോട്ടലുണ്ടോയെന്ന് അറിയത്തില്ല. ഇനി കാണാൻ സാധ്യതയില്ല. എന്തായാലും ഇവിടുന്ന് ഉണ്ടിട്ട് പോകാം. കുരങ്ങനെ വേറെ എവിടെ ഇരിക്കാണ്ട്. ഇതെന്തുകൂടെ ഇത് ബൈക്കിൻ്റെ മുകളിൽ നിന്ന് മരത്തി. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുഴപ്പം ഇല്ല. എന്നാൽ ഭയങ്കര സംഭവമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. അങ്ങനെ കഴിച്ച് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. കോതയാറ് റൂട്ട് അങ്ങനെ കയറി നമ്മളെ ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 30 രൂപയാണ്, വണ്ടിക്ക് 20 രൂപയാണ് കേട്ടോ. അങ്ങനെ 50 രൂപ ഒരാൾക്ക്. ഒരു വണ്ടിയും ഒരാൾക്കും കൂടെ 50 രൂപ. അങ്ങനെ അത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കോതയാറിലോട്ട് ആ റൂട്ട് വെച്ച് പിടിച്ചങ്ങനെ പോവുക. ഏതാണ്ട് ഒരു പിങ്ക് ബസ് നമ്മുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു ബസ്സാണിത്. വംശനാശം നേരിടുന്ന ഒരു ബസ്സാണിത് കേട്ടോ. അയ്യോ, ഞാൻ ആ വണ്ടി നിർത്തിയപ്പോഴേ കണ്ടില്ല കേട്ടോ. ഞാൻ വരച്ച സംഭവം ആളിനിറക്കാനാണ്. സംഭവം വേറൊരു ലോറി വന്നു തടിയുമായിട്ട്. ഇത് രണ്ട് സൈഡും ഫോറസ്റ്റാണ് കേട്ടോ. കേട്ടോ എന്ന് ഒരുപാട് ആവർത്തി ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേ കുഴപ്പമില്ല. ഒരു മഴ സമയമല്ലല്ലോ, ഇപ്പോൾ ഉണക്ക സമയമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പച്ചപ്പൊക്കെ കുറവുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ താണ്ട ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇവരവിടെ പോയിട്ട് വരുന്നു. കോതയാർ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ. ഒരുപാട് കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി റോഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. തമിഴ്നാട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേന്ദ്രമാണ്. എവിടെ നോക്കിയാലും വാരി വലിച്ച് ഇടും. ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് പൊടിയടിക്കാതെ പോവാം. താങ്ക് യു അണ്ണാ.
ഇവിടെയൊക്കെ ആൾക്കാർ ബസ് കാത്ത് നിൽക്കുക കേട്ടോ. നമ്മുടെ ബാക്കിലൊരു ബസ് വരുന്നുണ്ടല്ലോ, ഒരു പിങ്ക് ആകുമ്പോഴത്തേക്ക് ലേഡീസിന് ഫ്രീ ആണത്, പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ ഒരു ചർച്ചുണ്ട്, ഒരു ചർച്ചിലോട്ട് പോകുന്ന വഴിയാണത്. കാട്ടിനകത്തൊരു ചർച്ച്. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് കൊള്ളാം, ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ഒരുപാട് കട്ടറൊക്കെ ഉണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. ഉള്ളിലോട്ടൊക്കെ നോക്കിയിട്ട് മുളങ്കാടുകളും അങ്ങനെ ഒരു ഫോറസ്റ്റാണ്. അതുകൊണ്ട് അവിടെയും ഉണ്ടൊരു ചർച്ച്, ആ കാട്ടിൻ്റെ ഇടയ്ക്ക് കണ്ടോ, അവിടെയും ഉണ്ടൊരു ചർച്ച്. കുരങ്ങന്മാരെ നിൽക്കി നോക്കേ, ദാ ഒരു കുഞ്ഞു കുരങ്ങൻ്റെ അഹങ്കാരം നോക്കേ. വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളെ കൊല്ലത്തൊക്കെ പോയ ഇച്ചിരി തണുപ്പൊക്കെ കിട്ടും, പക്ഷെ അത്രയും തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കാട്ടിലോട്ട് കയറുമ്പോൾ. ഇതൊരു വരണ്ട കാട് കണക്കാണ് കിടക്കുന്നത്. നമ്മളങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരു വരണ്ട കാട്, ഉണങ്ങിയ കാട് കണക്കാണ് തോന്നുന്നത്. ഇവിടെ തടി വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ, അത് ഡാമിൻ്റെ റിസർവെയർ ആണ് ഇതിൻ്റെ മുകളിൽ കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് ഡാമാണ്, നമ്മളെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ഡാമിൻ്റെ റിസർവെയർ ആണ് കേട്ടോ. ദാ ഇവിടെ കാട്ടുതീയൊക്കെ പിടിച്ചിരിക്കുന്നത്. കണ്ടോ, കത്തിച്ചതാ അല്ല, പിടിച്ചതാ അത്. അതുകൊണ്ട് അതൊക്കെ ഉരുകിപ്പോയിരിക്കുന്നു ആ സംഭവങ്ങളൊക്കെ. ഈ വൈദ്യുതി ലൈനൊക്കെ ഉണ്ടല്ലോ, ഫെൻസിങ്, അതൊക്കെ ഉരുകി പോയിരിക്കുന്നു. അങ്ങ് ദൂരെയായിട്ട് ഡാം ഏതാണ്ട് ഉണ്ട്. എനിക്കൊന്ന് പേച്ചിപ്പാറ ഡാമിൻ്റെ ആ റിസർവെയറൊക്കെയാണെന്ന് തോന്നുന്നു. മഴയത്താണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ കാണുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണുന്നുണ്ട്. ബസ്സുണ്ട് ഇതിൽ. അങ്ങ് ദൂരെയായിട്ട് നല്ല ഭംഗിയുള്ള മലനിരകളൊക്കെ കാണുന്നുണ്ട്. ഒരു ബൈക്കിൽ 4 പേര് കണ്ടോ, ഒരു ബൈക്കിൽ 4 പേര്, അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. കുട്ടികളെന്ന് വെച്ചാൽ മുതിർന്ന കുട്ടികളാണ്. 4 പേരുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പോലീസുകാരൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലാണൊക്കെ പെറ്റിയടിക്കാൻ. പിന്നെ ഹൈവേയിലോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ, ഇതിനകത്തുള്ള ഒരിതല്ലേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ വൈബ് തോന്നുന്നു കേട്ടോ സ്ഥലം. വെയിലുണ്ട്, നല്ല വെയിലാണ്, തണുപ്പൊന്നുമില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരുപാട് വലിയ വലിയ പാറകൾ കാണാൻ പറ്റും നമുക്ക്. ഇതാ നോക്കേ, നല്ല നല്ല വലിയ വലിയ പാറകൾ, പൈനാപ്പിൾ തോട്ടങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ. ഫുള്ള് പൈനാപ്പിൾ തോട്ടമാണ്. ഭയങ്കരമായ പാറകൾ.
നമ്മുടെ ഈ അച്ചൻകോവിലൊക്കെ പോകുമ്പം ഇതേ കണക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഈ സൈഡിലൊക്കെ ഇതേ കണക്ക് പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം, അത് കണക്ക് കുറച്ച് സ്ഥലങ്ങൾ കൊള്ളാം. ഇത് അവിടെ ഒരു ടവറൊക്കെ കാണുന്നുണ്ട്, മൊബൈൽ ടവറേ. അപ്പം റേഞ്ചൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ഏതിൻ്റെയെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ കാണാൻ നല്ല ഒരു താഴ്വാരം കണക്ക് തോന്നുന്നു. കൊള്ളാം കേട്ടോ, നല്ല റിസോർട്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം മലകൾ കയറി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വലിയ വലിയ പാറകളാണ് കേട്ടോ. ഇത് കണ്ടോ, മുട്ടമാതിരി പാറകൾ. ഇവിടെ ഒരു പാലം പണിയുന്നു. ഇവിടെ ഒരു ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്, ഒരു ചെറിയൊരു വാട്ടർഫാൾസ്. അത്യാവശ്യം കുളിക്കാനൊക്കെ വെള്ളം ഉണ്ട് അവിടെ. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, റോഡിലൊക്കെ വെള്ളം കിടക്കുന്നു. അതുകൊണ്ട് മഴ പെയ്തതാണോ ഇനി മലയുടെ അടിവാരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണോന്ന് അറിയാൻ വയ്യ. എന്തായാലും വെള്ളം ഉണ്ട് ഇവിടെ. ഈ റോഡിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ടോ? ഇത് മഴ പെയ്ത വെള്ളമില്ലേ? അതെ, മഴ പെയ്ത വെള്ളമാണിത്. ഈ സൈഡൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്, റോഡിൻ്റെ സൈഡൊക്കെ. ആ, ആദിവാസി കോളനിയോ? ആ വണ്ടി ഒരു ഹോണും അടിച്ചില്ല, ഞാനും ഹോൺ അടിച്ചില്ല കേട്ടോ. കയറി കഴിഞ്ഞ് പോയിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു നിയന്ത്രണം ഉണ്ടല്ലോ. ഞാൻ ഈ വണ്ടി എപ്പോഴും ഓടിച്ചാലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇടത്ത് നിന്ന് വണ്ടി ഓടിക്കും. അതിൻ്റെ ഗുണമാണത്. വലത്ത് കയറിയായിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേനെ. ഞാൻ ആ വളവ് കയറിയത് നല്ല ഇടത്ത് നിന്ന് വന്നുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെട്ടിക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ പണി കിട്ടിയേനെ. ചിലപ്പോൾ നമ്മളുകൊണ്ട് ചിരിക്കും. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നു കേട്ടോ. ഇവിടെ എല്ലാം കുറേ വീടുകൾ ഒക്കെ ഒഴിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ കണ്ട കറക്റ്റ് തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ ആ ഒരു ഫീലൊന്നുമില്ല. കേരളത്തിലുള്ള ആൾക്കാരെ കാണുന്നത് കണക്ക് തന്നെ. മലയാളം അറിയാം എല്ലാവർക്കും, മലയാളം മനസ്സിലാവും എല്ലാവർക്കും. ഇപ്പം എന്താ തമിഴ്നാടിൻ്റെ ഒരു വൈബൊന്നും ഇല്ല. നമ്മൾ ഈ ഡാമിൻ്റെ റിസർവയറിൻ്റെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിയാണ്. കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലം. നോക്കേ, ഒരു റബ്ബർ മരം വീണ് കിടക്കുന്നു. ഭയങ്കര ഒരു റബ്ബർ മരം, ഒരു റബ്ബർ മരം വീണ് കിടക്കുന്നുണ്ടോ? കാണാനൊക്കെ കൊള്ളാം അല്ലേ? ഉണ്ട്. അല്ല, ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അടയാളം മറ്റേ ലാൻഡ് മാർക്കൊന്നുമില്ല, മൃഗങ്ങളൊക്കെ ഇറങ്ങി വരാനുള്ള ആ ഒരു ഇവിടെയോ? ആനിമൽസ് ഒന്നും ഇറങ്ങി വരുന്ന ബോർഡൊന്ന്, സൈൻ ബോർഡൊക്കെ കാണുമല്ലോ റോഡിൽ, അതൊന്നും കണ്ടില്ല നമ്മൾ അങ്ങ് കണ്ട ഒരു ടവർ. അതാ ടവറല്ല, അത് ഇലക്ട്രിസിറ്റിയുടെ ടവറാണ്. ഇവിടെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊരു ചെറിയ തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കേ, ചെറിയ അരുവികളൊക്കെ കൊണ്ട്. നമ്മൾ ഹോൺ അടിച്ച് പോയില്ലെങ്കിലേ നേരത്തെ കണക്ക് വന്ന കണക്ക് പിങ്ക് കൊണ്ട് വെച്ച് കയറ്റി തരും. നമ്മളെ പിങ്ക് ബസ്സുകളുണ്ടല്ലോ, കൊള്ളാം, അടിപൊളി സ്ഥലം. ഇപ്പോഴാണ് ഒരു വൈബ് തോന്നുന്നത് ഈ സ്ഥലത്തിന്. അടിപൊളി. നോക്കേ, ഒരു
ഇറങ്ങാൻ പറ്റുമല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങാം, എന്തായാലും ഇറങ്ങാം. ഇറങ്ങാമല്ലോ, അടിപൊളി സ്ഥലം. അപ്പോൾ ഞാൻ താണ്ട് താഴോട്ട് ഇറങ്ങി നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊരു വൈബ് സ്ഥലം കണ്ട്, അതായത് പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവെയറൊക്കെ കണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോഴേ കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുന്നു. നമ്മുടെ കേരളത്തിലിപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, വേനൽക്കാലം ഇല്ലേ. തമിഴ്നാട്ടിൽ മഴക്കാലമാണെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ റബ്ബർ മരത്തിൻ്റെയൊക്കെ വലിപ്പം നോക്കി, ആൽമരത്തിൻ്റെ അത്ര വണ്ണമുണ്ട്. ഇതേ കണ്ട, ഇത് ക്യാമറയിൽ എത്ര കാണുന്നെന്ന് അറിയാൻ വയ്യ. ഭയങ്കര വലിപ്പമുള്ള മരമാണിത്, റബ്ബറിൻ്റെ മരമാണ്. നമ്മളവിടെയൊക്കെ കുഞ്ഞു മരമാകുമ്പോൾ മുറിക്കും. ഇതേ